ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഹാനോക്കിന്റെ നല്ല സാക്ഷ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. എബ്രായർ 11 അധ്യായം 5 വാക്യം. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. അതൊരു മനുഷ്യനല്ല, മറിച്ച് കർത്താവ് തന്നെ ഹാനോക്കിനെ കുറിച്ച് ഒരു നല്ല സാക്ഷ്യം നൽകി. ഒരു ധനികനെ വ്യാജമായി സ്തുതിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ മുന്നോട്ട് വരും. അവരുടെ സ്തുതി പാടാൻ ഒരു വലിയ കൂട്ടം കവികളുമുണ്ട്. എന്നാൽ മനുഷ്യന്റെ ആന്തരിക ചിന്തകൾ അന്വേഷിക്കുന്ന കർത്താവിൽ നിന്ന് ഒരു നല്ല സാക്ഷ്യം ലഭിക്കുന്നത് എത്ര അത്ഭുതകരമാണ്. ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ മനസ്സിലെ എല്ലാ ചിന്തകളും ഉദ്ദേശങ്ങളും അറിയുകയാണെങ്കിൽ അവൾക്കൊരിക്കലും അവനോടൊപ്പം ജീവിക്കാൻ കഴിയുകയില്ല. അതേ രീതിയിൽ ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ ആന്തരിക ചിന്തകളും ഉദ്ദേശങ്ങളും അറിയുകയാണെങ്കിൽ അവനും അവളോടൊപ്പം ജീവിക്കില്ല. എന്നാൽ ആന്തരിക ചിന്തകളും ഉദ്ദേശങ്ങളും അന്വേഷിക്കുന്ന ദൈവം ഹാനോക്കിനെ കുറിച്ചൊരു നല്ല സാക്ഷ്യം നൽകി. താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് പറഞ്ഞു. ദൈവത്തിൽ നിന്ന് നല്ല സാക്ഷ്യം ലഭിച്ച ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ. മോശയെ സംബന്ധിച്ച് അവൻ പറഞ്ഞു, എന്റെ ദാസൻ മോശെ, അവൻ എന്റെ ഭവനത്തിലെല്ലാം വിശ്വസ്തനാണെന്ന്. ഇത് സംഖ്യാപുസ്തകം 12 അധ്യായം 7 വാക്യത്തിൽ കാണാൻ സാധിക്കും. ദാവീദിനെ കുറിച്ച് അവൻ പറഞ്ഞു, എന്റെ ഹൃദയത്തിന് പ്രിയമുള്ള പുരുഷനെന്ന്. ഇതൊന്ന് ശമൂവേൽ 13 അധ്യായം 14 വാക്യത്തിലും അപ്പോസ്തല പ്രവർത്തികൾ 13 അധ്യായം 22 വാക്യത്തിലും കാണാൻ സാധിക്കും. നഥനയേലിനെ കുറിച്ച് കർത്താവായ യേശു പറഞ്ഞു, ഇതാ ഒരു ഇസ്രായേലിയൻ, അവനിൽ വഞ്ചനയില്ല എന്ന്. ഇത് യോഹന്നാൻ 1 അധ്യായം 47 വാക്യത്തിൽ കാണാൻ സാധിക്കും. യോബിനെ കുറിച്ചൊരു നല്ല സാക്ഷ്യം നൽകി. യോബിനെ പോലെ കുറ്റമറ്റവനും നേരുള്ളവനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മ ഒഴിവിട്ടൊഴിയുന്നവനുമായി അവനെ പോലെ ആരുമില്ല എന്ന്. ഇത് യോബ് 1 അധ്യായം 8 വാക്യത്തിലും. ദാനിയേലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ സാക്ഷ്യം, ഓ ദാനിയേലേ, മനുഷ്യൻ വളരെ പ്രിയപ്പെട്ടവനാണെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയൊരു പ്രവാചകനില്ല എന്ന്. ഇത് ലൂക്കോസ് 7 അധ്യായം 28 വാക്യത്തിൽ കാണാൻ സാധിക്കും. ഇത് തീർച്ചയായും ഏറ്റവും വലിയ സാക്ഷ്യമാണ്. കർത്താവിൽ നിന്ന് തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് എന്ന നിലയിൽ ഹാനോക്ക് സ്വീകരിച്ചതാണ്. കർത്താവിന് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? കർത്താവ് നിങ്ങളെ തന്റെ പ്രിയപ്പെട്ടവൻ എന്ന് വിളിക്കുന്നുണ്ടോ? അവൻ നിങ്ങളെ എന്റെ പ്രിയെ, എന്റെ സുന്ദരി എന്ന് വിളിക്കുന്നുണ്ടോ? ഹൃദയത്തിൽ ദാഹത്തോടെ ദാവീദ് പ്രാർത്ഥിച്ചു, നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ ദൈവമാണ്, നിന്റെ ആത്മാവ് നല്ലതാണ്, നേരുള്ളവരുടെ നാട്ടിൽ എന്നെ നയിക്കണമേ എന്ന്. ഇത് സങ്കീർത്തനം 143 അധ്യായം 10 വാക്യത്തിൽ കാണാൻ സാധിക്കും. ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും പരിശോധിക്കുകയും കർത്താവ് ആ പ്രവൃത്തിയിൽ സംതൃപ്തനാകുമോ, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ഇടത്ത് കർത്താവ് നിങ്ങളോടൊപ്പം പോകുമോ എന്ന് പരിഗണിക്കുകയും വേണം. നിങ്ങൾ നടത്തുന്ന തരത്തിലുള്ള സംഭാഷണം സ്വർഗം അംഗീകരിക്കുമോ എന്നും നിങ്ങൾ വ്രണപ്പെടുത്തിയിട്ടില്ലെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ പ്രവൃത്തികൾ നിമിത്തം ഏതെങ്കിലും വിധത്തിൽ കർത്താവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഇത് എബ്രായർ 11 അധ്യായം 1-2 വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. ദൈവമക്കളെ, നിങ്ങളുടെ സാക്ഷ്യം നല്ലതും സത്യവുമാണോ? അത് കർത്താവ് നൽകിയതാണോ എന്ന് ചിന്തിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം എഫേസ്യർ 5 അധ്യായം 10 വാക്യം. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യെഹെസ്കേൽ 16-17 അധ്യായങ്ങൾ, വൈകുന്നേരം യാക്കോബ് 3 അധ്യായം. ആമേൻ.